ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തേവര ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാമോ? TVS CNG ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഒറ്റ ചോദ്യമാണ്, ചേട്ടാ വണ്ടി എങ്ങനെയുണ്ടെന്ന്. അപ്പം അവരുടെ അഭിപ്രായം ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നത്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. TVS ഡൂറോമാക്സ്. ചേട്ടാ പേരൊന്ന് പറയോ? ജയപ്രകാശ്. എങ്ങനെയുണ്ട് വണ്ടി ഉപയോഗിച്ചിട്ട്? വണ്ടി TVSന്റെ വണ്ടി ഇപ്പൊ CNG ആയതുകൊണ്ട് തന്നെ നല്ല കുരുക്കം ഉണ്ടാക്കിയില്ല, യാത്ര ചെയ്യാൻ സുഖമാണ്. ഓടിക്കുന്ന ആൾക്കാണെങ്കിലും വൈകിട്ടായാലും ഒരു ക്ഷീണം ഉണ്ടാക്കിയില്ല. അതല്ലേ. എത്ര കിലോമീറ്റർ ആയി? ഇതിപ്പോ 1,14,000 ചില്ലാനും വരും. അതല്ലേ, 1,16,000 ചില്ലാനും വരും. ഇത് BS4 ആണോ? BS4 ആണോ? BS6 അല്ലേ? അപ്പൊ എത്ര നാൾ ഉപയോഗിച്ചിട്ട് ഹാപ്പിയാണ്? 4 വർഷം കഴിഞ്ഞ് ഹാപ്പിയിൽ തന്നെ. അതെ അല്ലേ, ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഏത് എടുക്കും? അത് TVS തന്നെ എടുക്കുള്ളൂ. CNG ഇലക്ട്രിക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അത് നോക്കുക എങ്ങനെയാണെന്ന്. അതെ, അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് വണ്ടി മാറും. ഓക്കെ, താങ്ക് യു ഏട്ടാ. ഓക്കെ, അടുത്തൊരു TVS കേട്ടാ. പുള്ളിക്ക് സമയമില്ല, പെട്ടെന്നൊരു ഓട്ടം വന്നു പറഞ്ഞോണ്ട് പോണേ. എങ്ങനെയുണ്ട് ഏട്ടാ വണ്ടി? ശോഭണാ? എന്ത് പറ്റി? അതല്ലേ, ഓക്കെ. ഒന്ന് തിരക്കാണല്ലേ? ആ ശരി ശരി. അടുത്തൊരു TVSന്റെ വണ്ടി, TVS ഡൂറോമാക്സ് അല്ലേ? ഏത് മോഡൽ ഇത്? 2023. എന്നുണ്ട് എടുത്തിട്ട് വണ്ടി? അതല്ലേ. എത്ര കിലോമീറ്റർ ആയി? 22,000. പണികള് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഹാപ്പിയാണ്. പേര് പറഞ്ഞാണ് നമ്മ? യദുകൃഷ്ണ. നമ്മുടെ ചാനൽ വീഡിയോ കാണാറുണ്ടോ? അപ്പൊ യദുകൃഷ്ണൻ ഹാപ്പിയാണല്ലേ ഇതുവരെയുള്ള പെർഫോമൻസിൽ അല്ലേ? സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എവിടെ സർവീസ് ചെയ്യണം? ആലുവ അല്ലേ? ഓക്കെ, താങ്ക് യു. നേരത്തെ തിരക്കാണെന്ന് പറഞ്ഞു പോയ ആളാണ്ടതെ വീണ്ടും സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ചേട്ടാ പേരൊന്ന് പറയോ? വിനീത് അല്ലേ? ഏത് മോഡൽ വണ്ടി ഇത്? ഇത് കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ലോഡി കിട്ടിയ വണ്ടിയാണ്. അതെ, ഇത് BS4 BS6? BS6. എത്ര നാളെ അപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? 4 വർഷം. എങ്ങനെയുണ്ട്? ഈ കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോഡ് വരുമല്ലോ, BS6 അപ്പോഴാണ് ഇറങ്ങിയത്. അതിന് കിട്ടിയ വണ്ടിയാണ്. എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതിപ്പോ കിലോമീറ്റർ ഇപ്പൊ പൊട്ടിക്കിടക്കാണ്. അതെ അല്ലേ? എന്നാലും ഒരു 50-60 മേലെ പോയിട്ടുണ്ട്. അതെ അല്ലേ? ആദ്യം ഓടാറില്ല, സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അതെ അല്ലേ? എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? ഇത് വലിയ ഗുണം തോന്നല്ല. പണികൾ വല്ലതും വന്നാർന്നാ? പണികള് ഇതിന്റെ മെയിൻ ആയിട്ട് കൺട്രോൾ വേണ്ടി പോകാറുണ്ട്. ഇഞ്ചക്ടർ അത് പോയിട്ടുണ്ട്. ഇഞ്ചക്ടർ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ അതിന് ഭയങ്കര വിലയാണ്. 4,500 5,000 ഒക്കെ അടുത്ത് വരും. അതെ അല്ലേ? പിന്നെ വെള്ളത്തിൽ കൂടി ഓടിക്കാൻ വേണ്ട എന്ന് ഉറപ്പാണ്. അതിനിപ്പോ താൽക്കാലികമായിട്ട് ഒരു കാര്യം ചെയ്ത് വെച്ചിട്ടില്ലേ, പ്ലഗിൽ വെള്ളം അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിട്ട് ഇത് വേണ്ട, വാഷിംഗ് മെഷീന്റെ പൈപ്പാണ് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങൾ വെള്ളം ചീറ്റായിരിക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ വെച്ചേക്കണാണ്. വലിയ ഇതില്ല, അങ്ങനെ നിന്നു പോകൂല. അങ്ങനെ എന്തായാലും മിസ്സിങ് കിടക്കും. കവർ ഇട്ടില്ലേ? കവർ ഇട്ടിട്ട് ടൈ ചെയ്ത് വെച്ചേക്കാണ്. ഉരുകണമൊന്നുമില്ല പൈപ്പ്. വാഷിംഗ് മെഷീന്റെ പൈപ്പാണ്. 2-3 പേര് വെച്ചിട്ടുണ്ട് ഇവിടെ. 2-3 പേര് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇത് കണ്ട, ഇപ്പൊ ഇന്ന് രാവിലെ സ്റ്റാർട്ടാക്കി വണ്ടിയാണ്. ഇതിന്റെ വാണി ലൈറ്റ് കത്തി കിടക്കുകയാണ്. കണ്ടില്ലേ? നോക്കിയേ, ഈ വാണി ലൈറ്റ് രാവിലെ സ്റ്റാർട്ടാക്കിയപ്പോഴത്തേക്കും കത്തി കിടക്കുകയാണ്. ഇപ്പൊ സ്റ്റാർട്ടാക്കിയാലും കത്തി കിടക്കും. ഇത് ഉച്ച വരെ ഓടി കഴിഞ്ഞാല് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ തന്നെ കിട്ടും. ഇത് മഴയത്തൂടി ചീറ്റിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ട, അപ്പൊ തന്നെ കത്തും. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യണ? സർവീസ് ഇപ്പൊ കമ്പനി ദൂരെ കൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ആലുവരെ പോകണ്ടേ, മെയിൻ പണിയൊക്കെ വരുമ്പോ അങ്ങോട്ട് കൊണ്ടില്ല. കൺട്രോൾ യൂണിറ്റ് ഇഞ്ചക്ടർ ഒക്കെ മാറാനായിട്ട് അങ്ങനെ കൊണ്ടില്ല. അതൊക്കെ മാറിയിട്ടുണ്ട്. വണ്ടിക്ക് അപ്പൊ നിങ്ങ നിലവില് ഹാപ്പിയാണോ? നിലവില് ഹാപ്പി അല്ല അല്ലെ? ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി ആൽഫായിരുന്നു, ഡീസലായിരുന്നു, കൊടുക്കണ്ടായിരുന്നു.
ഇനിയിപ്പോ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അപ്പൊ ഇലക്ട്രിക് വണ്ടി അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കും പഴയത്. അതല്ലേ PS4 അതിപ്പോ ഭയങ്കര വിലയല്ലേ? അതിനിപ്പോ ഭയങ്കര വിലയല്ലേ? അതെ 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 2.5 പറയണത്. ശരിയെന്നാ ഓക്കെ. ശരി. TVS ഡൂറോമാക്സ് അടുത്തൊരു ഓട്ടോ. ഹലോ, പേരൊന്ന് പറയോ? എന്റെ പേര് ബോസ്. TVS ഡൂറോമാക്സ് അല്ലേ? അതെ, TVS ഡൂറോമാക്സിന്റെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഞാനിപ്പോ പോണത് 40,000 ആയി. എത്ര വർഷമായി? ഞാൻ 2 വർഷം. 2 വർഷമായി അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഓട്ടോ? വണ്ടി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ ഞാൻ എന്റെ ഡീസലാണ് ഉപയോഗിച്ചിരുന്നത് ആദ്യം. പിന്നെ ഞാനിപ്പോ രണ്ടാമതെടുത്ത വണ്ടിയാണ് ഇത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ല വണ്ടിയാണ്. യാതൊരു മെയിൻ്റെനൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം മൈലേജും ഉണ്ട്. ഇനി അടുത്തൊരു വണ്ടി അപ്ഡേറ്റ് വണ്ടി എടുക്കുകയാണെങ്കിലും ഇവരുടെ ഏതെങ്കിലും പുതിയ മോഡൽ വരാണെങ്കിൽ അതിനെ എടുക്കാൻ തന്നെയാണ് താല്പര്യം. മെയിൻ്റെനൻസ് ഒന്നും നമുക്ക് കാര്യമായിട്ടില്ല. 2 കൊല്ലമായിട്ട് എനിക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു നല്ല വണ്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഹാപ്പി ആണല്ലേ? ഞാൻ ഹാപ്പിയാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹായ്, പേരെന്ന് പറയോ? എന്റെ പേര് മുഹമ്മദ് അസ്ലാം. എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. 2 വർഷമായി. 2 വട്ടം കഴിഞ്ഞ് അവരായിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല. എത്ര കിലോമീറ്റർ ആയി? കിലോമീറ്റർ ഇപ്പൊ 61,000 കിലോമീറ്റർ അല്ലേ? അപ്പൊ വണ്ടി എടുത്തിട്ട് ഹാപ്പിയാണ്? വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കംപ്ലൈന്റ് നമുക്ക് ആകെ സിലിണ്ടറിന്റെ ഇത് മാത്രമേ ഉള്ളൂ. വലുതാക്കും സിലിണ്ടറിന്റെ കുറ്റി അല്ലേ? കുറ്റി വലുതാക്കി സിലിണ്ടർ CNG അധികം ഇറത്തൊക്കെ വരത്തില്ലല്ലേ? അപ്പൊ ലോങ് ഒക്കെ പോകാൻ പറ്റും അല്ലേ? നിലവിൽ ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അമ്പോ, ഇത് ആരായിരിക്കണേന്ന് നോക്കിയാ ഗോപന്റെ വീഡിയോ ഇതിന്റെ മുമ്പേ നമ്മ TVSന്റെ റിവ്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഗോപ എങ്ങനെ, സുഖല്ലേ? സുഖം. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി വണ്ടി? ഇപ്പൊ ഒരു 60,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അതല്ലേ? എങ്ങനെയുണ്ട് 60,000 കിലോമീറ്റർ ഓടിച്ചിട്ട്? നല്ല പെർഫോമൻസ് ആണ്. അതല്ലേ? പണികള് എനിക്ക് ഇതുവരെ സർവീസിന്റെ ചെലവ് മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ ഒരു മേജർ എന്ന് പറയാൻ ആ വണ്ടിക്കുള്ള മേജർ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അത് ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴാണ് വന്നത്. എന്ത് പ്രോബ്ലം? അതിന് കൺട്രോൾ യൂണിറ്റ് ആണ് വണ്ടിയുടെ എല്ലാം. കാരണം സെൻസർ വണ്ടിയാണല്ലോ. അപ്പൊ ഈ കൺട്രോൾ യൂണിറ്റ് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോ അതിന്റെ കാലാവധി കഴിയുമ്പോ പോകും. അത് മാത്രമേ മാറിയിട്ടുള്ളൂ. വേറെ ഇതുവരെ മേജർ ആയിട്ടുള്ള അതെനിക്ക് വേറെ പ്രാവശ്യം വാറന്റിയിൽ മാറി. അതൊരു 4,500 വില. വേറെ സർവീസ് മാത്രമേ ചെയ്യണുള്ളൂ. ഓയിൽ സർവീസ് അല്ല 10,000-ലും ചെയ്യും. 6 സർവീസാണ് ചെയ്താക്കണത്. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് ഈ ബോഡി പണിയണം പരമാവധി. ആ ബോഡിയുടെ ഒരു കുലുക്കമുണ്ടല്ലോ, അത് നെട്ടുമ്പോഴത്തൊക്കെ ലൂസാകുമ്പോ ഒരു കുലുക്കമുണ്ട്. അത് മാത്രമേ ഇതിരുള്ളൂ. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് ടൈറ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ വണ്ടി സൈലന്റ് ആണ്. മൊത്തത്തില് വണ്ടി എടുത്തിട്ട് നല്ല, എനിക്ക് മറ്റുള്ള വണ്ടിനേക്കാളും ഒക്കെ സുഖമാണ് ഓടിക്കാൻ. നല്ല പെർഫോമൻസ് ആണ്. ലാഭവും ഉണ്ട്. അതായത് എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട്. ശരി ഗോപ, ഓക്കെ, താങ്ക് യു. ശരി. അടുത്തൊരു TVSന്റെ ഓട്ടോ. പേരൊന്ന് പറയോ? എന്റെ പേര് റോഷ് ബാബു. എത്ര ആളായി വണ്ടി എടുത്തിട്ട് TVSന്റെ? ഇപ്പൊ 6.5 വർഷം കഴിഞ്ഞു. 6.5 വർഷം. എത്ര കിലോമീറ്റർ ആയി? 2 ലക്ഷത്തിന് മുകളിലായി. 2 ലക്ഷത്തിന് മുകളിലായി വണ്ടി? ഈ വണ്ടി അമ്പോ പൊളിച്ചല്ല. എനിക്ക് വേറെ ഒരു റിവ്യൂ വേണ്ട അല്ലേ? 2 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടി? എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എക്സ്ട്രാ പണികൾ വല്ലതും വന്നിട്ടുണ്ടാ? റെഗുലർ ആയിട്ടുള്ള പണികൾ അല്ലേ? ഓയിൽ ചേഞ്ച് അതൊക്കെ ഉള്ളു, വേറെ പ്രശ്നം അല്ലേ? വേറെ ഒരു പണിയും വന്നിട്ടില്ല. ഹാപ്പിയാണ് വണ്ടി എടുത്തിട്ട്? ഹാപ്പിയാണ്. അപ്പൊ ഇനി ഒരു വണ്ടി എടുക്കണേ അത് എടുക്കും? ഞാൻ TVS 10 വർഷമായിട്ട് ഉപയോഗിക്കണം. അതല്ലേ? TVS അല്ലാണ്ട് വേറെ ഒരു വണ്ടി എടുക്കുകയില്ല അല്ലേ? ഓക്കെ, ശരി എന്നാ. അടുത്തൊരു TVSന്റെ ഓട്ടോ. പേരൊന്ന് പറയോ? ലത്തീഫ്. ലത്തീഫ്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഒരു 20 കിലോമീറ്റർ. 20,000. സോറി 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടാ. ഓട്ടോ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാ. പണികൾ വല്ലതും വന്നാർന്നാ? ഇല്ല. ഒരു പണിയും വന്നിട്ടില്ല. വണ്ടി എടുത്തിട്ട് ഹാപ്പിയാണ്? തിരക്കാൻ തോന്നല്ല വണ്ടി നിർത്തുന്നതല്ല. ശരിയെന്നാ, ഓക്കെ, പോയിക്കോ. ഒരു മിനിറ്റ്, എന്റെ മൈക്ക്.
പുള്ളി ഇപ്പൊ എന്റെ മൈക്കായിട്ട് പോയനേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് പോയനാ. അപ്പൊ TVS ഓട്ടോറിക്ഷ, അതായത് TVSന്റെ CNG ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിച്ചത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ.